അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഫൈനൽ എക്സിറ്റ് അടിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ. വേറൊന്നുമല്ല, നിങ്ങൾ എക്സിറ്റ് അടിക്കാൻ നിങ്ങളുടെ ഇക്കാമ കാലാവധി മിനിമം 30 ദിവസം ഉണ്ടായിരിക്കണം. അഥവാ നിങ്ങൾക്ക് 30 ദിവസം കാലാവധി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഫയിൽ ഇക്കാമ പുതുക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫൈനൽ എക്സിറ്റ് അടിക്കാനുള്ള കാലാവധി, ഇക്കാമയിലുള്ള കാലാവധി 1 മാസത്തിന് മുകളിൽ, അതായത് 2 മാസത്തിന് താഴെ എത്ര ദിവസമാണെങ്കിലും, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സിറ്റ് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കാമ കാലാവധി ഫൈനൽ എക്സിറ്റ് അടിച്ചതിന് ശേഷം 50 ദിവസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ ഡേറ്റ് ഉണ്ടാവും. ഓക്കെ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഫൈനൽ എക്സിറ്റ് അടിക്കാൻ ഈ പറഞ്ഞ പോലെ ഇക്കാമയുടെ കാലാവധി 2 മാസത്തിന് മുകളിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കതൊരു 11 മാസം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു 6 മാസം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ കാര്യമല്ല, നിങ്ങൾക്ക് മാക്സിമം ഫൈനൽ എക്സിറ്റ് അടിച്ചതിന് ശേഷം നിൽക്കാൻ പറ്റുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം, അതായത് 60 ദിവസം മാത്രമേ ഫൈനൽ എക്സിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒരാൾക്ക് ഫൈനൽ എക്സിറ്റ് അടിച്ചതിന് ശേഷം അത് എത്ര തന്നെ കാലാവധിയാണെങ്കിലും 60 ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ.